ഹായ്, അപ്പോൾ നമുക്കിന്ന് നല്ലൊരു അടിപൊളി മീൻ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഹാഫ് പോർഷൻ നമുക്ക് വറുക്കാം, ഹാഫ് പോർഷൻ ഗ്രില്ല് ചെയ്യാം. ഇതൊക്കെയാണ് പ്ലാനിങ്. മീനാദ്യം വൃത്തിയാക്കി എടുക്കണമല്ലോ എന്ത് ചെയ്യണമെങ്കിലും. അപ്പോൾ അച്ഛനാണ് ആ പണി ഏറ്റെടുത്തിരിക്കുന്നത്. എന്താവെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അച്ഛൻ ഫൈനൽ സ്റ്റേജിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. കറക്റ്റ് ഹാഫ് പോർഷനായിട്ട് കട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ടോ, കറക്റ്റ് ഹാഫാണെന്ന് കാണിച്ചു തരുവാണേ. എന്തായാലും ഓക്കെ, നമുക്കിതിൻ്റെ ഹാഫ് പോർഷൻ കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിലേക്ക് എടുക്കാം. ആദ്യം നമുക്ക് വറുക്കാം. ശരി, എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2.5 സ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടിയാണ് ഇങ്ങനത്തെ പുഴമീൻ അതിനൊക്കെ ഏറ്റവും നല്ലത്, കുറച്ച് ടേസ്റ്റ് കൂടാനായിട്ട്. ഇനി 2 സ്പൂണ് മുളക് പൊടി ഞാൻ ചേർക്കുവാണ്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉലുവ, പിന്നെ ഇച്ചിരി ഉപ്പ്, അതിനുശേഷം കുറച്ച് വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് നന്നായിട്ട് പുരട്ടി ഫ്രിഡ്ജിലേക്ക് ഒരു അരമണിക്കൂർ സെറ്റ് ചെയ്യാൻ വയ്ക്കാം. ഓക്കെ, സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വറുക്കാം. നന്നായിട്ട് വറുത്തെടുക്കാം. കണ്ടോ, വറുത്തെടുത്തു. ഇനി ഇതിലേക്ക് നാരങ്ങയുടെ നീരും കൂടെ ചേർത്തെടുക്കാം. ഫ്രൈ റെഡി. ഇനി നമുക്ക് ഗ്രില്ല് ചെയ്യാം. ഓക്കെ, ഹാഫ് പോർഷൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് മുളക് പൊടി, കുരുമുളക്, മസാല, ഉപ്പ് എല്ലാം കൂടെ ചേർത്ത് എണ്ണയിൽ കുഴച്ചെടുത്ത് മീനിലേക്ക് തേച്ച് പിടിപ്പിക്കുവാണ്. നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ചെറുതായിട്ട് മഴയൊക്കെ ഉണ്ട്, എന്താവുന്നൊന്നും അറിയത്തില്ല. നമുക്ക് എന്തായാലും നോക്കാം. കണ്ടോ, വരഞ്ഞു കൊടുത്തിട്ടുള്ളത് കൊണ്ട് അകത്തേക്ക് നമുക്ക് മസാലക്കൂട്ട് ചേർക്കാൻ പറ്റും. അപ്പം നന്നായിട്ട് ടേസ്റ്റും കൂടും, എല്ലാ ഭാഗത്തേക്കും മസാല ഇറങ്ങി ചെല്ലുകയും ചെയ്യും. നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്കൊരു അരമണിക്കൂർ ഫ്രീസറിൽ വെക്കണം കേട്ടോ. 15 മിനിറ്റെങ്കിലും വെച്ചിട്ടില്ലെങ്കിൽ സെറ്റായി കിട്ടത്തില്ല. ഞാൻ എന്തായാലും ഒരു അരമണിക്കൂർ വയ്ക്കുവാണ്. എല്ലാ കൂട്ടും ഇതിലേക്ക് തേച്ച് പിടിപ്പിച്ചു. ഇനി നമുക്ക് അരമണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് എടുക്കാം. ഇത് കണ്ടോ, ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ട്. പക്ഷെ ഞങ്ങളെ മഴ ചതിച്ചു. പുറത്ത് കണ്ടോ ഭയങ്കര മഴയും കാറ്റുമാണ്. അപ്പോൾ പുറത്ത് വെച്ചിട്ട് ഗ്രില്ല് ചെയ്യാന്നുള്ള പ്ലാനൊക്കെ തെറ്റിയിരിക്കുവാണ്. അതുകൊണ്ട് ഞങ്ങൾ അടുക്കളയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുവാണ്. അടുപ്പൊക്കെ സെറ്റ് ചെയ്തു. ഇനി നമുക്ക് ഗ്രില്ല് ചെയ്തിട്ട് കണ്ടാലോ. വാവ്, അടിപൊളി ഗ്രിൽ വിത്ത് മയനൈസ്. വീട്ടിലുണ്ടാക്കിയ മയനൈസ് തന്നെയാണ്. അടുത്ത വീഡിയോയിൽ മയനൈസ് ചെയ്യാം. അപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടും. താങ്ക് യു ഫോർ വാച്ചിങ്.